സഹോദരന്മാരെ, 2 ദിവസം മുമ്പ് ഒരു സലഫി പുരോഹിതന്റെ പ്രസംഗം കേൾക്കാനിടയായി. ഞാൻ ഫുള്ളായിട്ടൊന്നും കേട്ടിട്ടില്ല. ഞാൻ അതിന്റെ ആദ്യ ഭാഗം കേൾക്കുമ്പോൾ തന്നെ എന്റെ കുടല് നിറഞ്ഞിന്. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് കേട്ടിട്ട് കുടല് നിറഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് വെറുതെ പോയിട്ട് കടന്നുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി വന്നിട്ടില്ല. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫൈസൽ മൗലവി എന്നാണ്. അദ്ദേഹം പറയുന്നത്, ഈ പെരുന്നാള് വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ജുമക്ക് പോകേണ്ട ആവശ്യമില്ല, പെരുന്നാൾ പള്ളിക്ക് മാത്രം പോയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല കാര്യല്ലേ? കാരണം രാവിലെ എണീച്ച് കുളിച്ച് മാറ്റി പുതിയ തുണിയും കുപ്പായെല്ലാം ഇട്ട് പള്ളിക്ക് പോയി വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പോഴത്തേക്ക് കുടുംബക്കാരെല്ലാം പുരക്കേക്ക് വരൂ. അതിലിടക്ക് കുറച്ചൊന്നും മയങ്ങി അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ആദ്യം വീണ്ടും ബാങ്ക് വിളിച്ച് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തുണി കുപ്പായെല്ലാം ഇട്ട് ആദ്യം പള്ളിയിലേക്ക് പോയിട്ട് വരിക എന്നുള്ള കുറച്ച് റിസ്ക്കുള്ള വിഷമമുള്ള സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇത് നല്ല കാര്യമാണെന്ന് വിചാരിക്കും. എന്നാൽ അതേ പ്രസംഗത്തിൽ ആ സലഫി പുരോഹിതൻ പറയുന്നുണ്ട്, ജുമാ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ നിർബന്ധമില്ല. വല്ലാത്ത ആദ്യം അല്ലേ? എന്നാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിക്കേണ്ടത്? പള്ളിയിലെ 2 ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടാണോ ഇത് സംഘടിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടിയിട്ട്, കബറാളികൾക്ക് വേണ്ടിയിട്ടാണോ ഇത് സംഘടിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ജിന്നുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിക്കേണ്ടത്? ഒന്ന് ആലോചിക്കണ്ടേ? പറയുമ്പോൾ ഒന്ന് ലോജിക്കുള്ള വർത്താനം പറയണ്ടേ? ഇതിലടിയാണ് ലോജിക്ക്. എന്നാൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു തരൂല. അവരെന്നാ പറഞ്ഞു തരിക, പെരുന്നാൾ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ജുമാക്കും പോകണം, പെരുന്നാൾ പള്ളിക്കും പോകണം. കാരണം വെച്ചാൽ ജുമാ നിർബന്ധമാണ്, ഫർളാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാര മുഅക്കദായ സുന്നത്താണെന്നാണ് ആര് പറഞ്ഞു തരിക? സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു തരിക. ഈ സുന്നി പണ്ഡിതന്മാർ പറയുന്നതും കേട്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മോശമില്ലാത്ത രൂപത്തിൽ അങ്ങനെ കടന്നുകൂടും. എന്നാൽ ഈ സലഫി പുരോഹിതന്മാര്, മൗദൂദിയം പുരോഹിതന്മാർ വന്നിട്ട് പറയുന്നതും കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കുയിലാണ് പോയിട്ട് പോവുക. കാരണം ഈ സലഫി പുരോഹിതന്മാരും മൗദൂദിയം പുരോഹിതന്മാരും അവർ പേച്ചതാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അവർക്കറിയാം നമ്മളെ ഇനി നന്നാക്കി എടുക്കാൻ ആർക്കും ആവില്ല. അല്ല, നമ്മളെ പേപ്പിച്ച് വിട്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ? നാട്ടുകാരെയും കൂടി പേപ്പിക്കുക. ഇങ്ങനെ ഓരോ ഫിത്തനകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? പേപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്ത് രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് അവരെ പ്രസംഗവും കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ട പോകുകയായിരിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമല്ല, ഈ ഫൈസൽ മൗലവിന്റെ ഒരു മുഖാമുഖം കേൾക്കാനിടയായി. അദ്ദേഹത്തോട് മുഖാമുഖത്തിൽ ഒരു സാധാരണ സെൽഫി പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുക, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോ സഹായ തേട്ടയില്ലേ, ഈ സഹായം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം അദ്ദേഹത്തോട് ഒരു സെൽഫി പ്രവർത്തകൻ സാധാരണക്കാർ ചോദിക്കുക. നമ്മളിപ്പോ റത്തീബ് അത്തീദിനോട് മയക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. റത്തീബ് അത്തീദെ മഴ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ശിർക്കാവുമെന്ന്. എന്നാൽ അതിന് പറഞ്ഞ മറുപടിയല്ല നിങ്ങൾ കേൾക്കണ്ടേ? ആ പ്രസംഗം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കണം. ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ച ഈ സെൽഫി പ്രവർത്തകൻ തലയെ കൈവച്ചു പോയി ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടിട്ട്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ്. അവർക്കെന്നെ തിരിയുന്നില്ല, അവരെന്നാന്ന് പറയുന്നത് അവർക്കെന്നെ തിരിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാ. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാ? പെരുന്നാൾ വെള്ളിയാഴ്ച ആയാലും ശരി, എപ്പോ ആയാലും ശരി, വെള്ളിയാഴ്ച ജുമക്ക് നമുക്ക് പോകാം. ഇവരെന്ത് ചെയ്യണ്ട്? വെള്ളിയാഴ്ച പള്ളിക്ക് പോകണ്ട, ഇവര് ഏടി പോകണ്ട. ഇവര് അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളെ ചിന്തിക്കുന്നുള്ളൂ. നമുക്കെന്ത് ചെയ്യാ? വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ രാവിലെ തന്നെ എണീച്ചിട്ട് എന്ത് ചെയ്യാ? പെരുന്നാൾ പള്ളിക്കും പോകാം, ജുമാക്കും പോകാം, ഇൻഷാ അല്ലാഹ്, അല്ലേ?